നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ NHSൽ കാര്യക്ഷമത കുറഞ്ഞ ജീവനക്കാരെ പിരിച്ചുവിടുന്ന നടപടികൾ ആരംഭിച്ചു. കർശന നടപടി സ്വീകരിച്ചത് നിലവാരം പുലർത്താത്തവർക്കും ജോലി കൃത്യമായി പൂർത്തിയാക്കാത്തവർക്കും. 2024-25 മാത്രം പിരിച്ചുവിട്ടത് 7000-ഓളം ജീവനക്കാരെ. മോശം പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ഇനി സ്ഥാനക്കയറ്റം നൽകില്ല. സൗജന്യ പാരസെറ്റമോൾ പ്രിസ്ക്രിപ്ഷൻ സിസ്റ്റത്തിലെ ക്രമക്കേട് പുറത്ത്. പദ്ധതിയിൽ SNPക്കെതിരെ കടുത്ത വിമർശനം. പാരസെറ്റമോളിന് അധിക ചിലവ് 9 പൗണ്ട്. സ്കോട്ട്ലൻഡിലെ പ്രിസ്ക്രിപ്ഷൻ സൗജന്യമാക്കിയത് 2011. പ്രതിവർഷം 1.5 ബില്യൺ പൗണ്ടിന്റെ പദ്ധതി. വിപണിയിൽ ആവശ്യം മുതലെടുത്ത് ഓൺലൈൻ ട്രാവൽ ഏജന്റുമാർ വഴിയുള്ള ടിക്കറ്റ് വിൽപ്പന പരിമിതപ്പെടുത്തി. ഇറ്റലിയുടെ കോമ്പറ്റീഷൻ അതോറിറ്റി റെയിൻ എയറിന് 256 മില്യൺ യൂറോയുടെ പിഴ ചുമത്തി. പിഴ ഈടാക്കിയത് 2023 ഏപ്രിൽ മുതൽ 2025 ഏപ്രിൽ വരെയുള്ള പ്രവർത്തനങ്ങൾക്ക്. കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോകുന്നതിനല്ല തന്ത്രങ്ങൾ ഒരുക്കി വിമാന കമ്പനികൾ. ഇന്ത്യൻ വംശജനായ ട്രക്ക് ഡ്രൈവർമാരുടെ ജീവിതവും ഉപജീവനവും പ്രതിസന്ധിയിൽ. കാലിഫോർണിയയിൽ കമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ കൂട്ടത്തോടെ റദ്ദാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. ചെയ്യാത്ത തെറ്റിന് പിഴ നൽകേണ്ടി വരുന്നു എന്ന് പ്രതിഷേധക്കാർ. കോടതി ഇടപെടുമെന്ന ആവശ്യം ശക്തമാകുന്നു. നൈജീരിയയിലെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ IS കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് US-ന്റെ വ്യോമാക്രമണം. ആക്രമണം സ്ഥിരീകരിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നടപടി മേഖലയിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് ഭീകരർ നടത്തുന്ന ക്രൂരമായ കൊലപാതകങ്ങൾക്കുള്ള മറുപടി. അസമിലെ നൽബാരി ജില്ലയിലെ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷത്തിന് നേരെ ആക്രമണം. സംഭവത്തിൽ 4 ബജ്റംഗ് ദൾ VHP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. ബെൽസോറിലെ പനിഗാവ് സെന്റ് മേരി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായുള്ള അലങ്കാരങ്ങളും തയ്യാറെടുപ്പുകളും ഹിന്ദുത്വ പ്രവർത്തകർ തീവച്ച് നശിപ്പിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി VV രാജേഷിനെ തിരഞ്ഞെടുത്തു. സ്വതന്ത്രനായി ജയിച്ച പാറ്റൂർ രാധാകൃഷ്ണൻ BJPക്ക് വോട്ട് ചെയ്തതോടെ രാജേഷിന് 51 വോട്ട് ലഭിച്ചു. വോട്ടെടുപ്പിന് തൊട്ടുമുമ്പായി BJP കൗൺസിലർമാർ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തതിലെ ചട്ടലംഘനം CPM കൗൺസിലർമാർ SP ദീപക് ചൂണ്ടിക്കാട്ടിയെങ്കിലും കളക്ടർ നിരസിച്ചു. വാർത്തകൾ വിശദമായി. യുകെയിലെ ഇലക്ട്രിക് കാർ ചാർജർ സ്ഥാപിക്കൽ 2025 മന്ദഗതിയിലെന്ന് റിപ്പോർട്ട്. ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റം പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗം കുറവായതും നിക്ഷേപകരിലെ ആശങ്കകളും ചാർജർ സ്ഥാപിക്കേണ്ട വേഗം കുറയാൻ കാരണമായി. സാപ് മാപ്പ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം നവംബർ അവസാനം യുകെയിൽ മൊത്തം 87,200 ചാർജിംഗ് പോയിന്റുകളാണുള്ളത്. 2024 അവസാനം അപേക്ഷിച്ച് 13,500 പുതിയ ചാർജറുകൾ മാത്രമാണ് കൂട്ടിച്ചേർത്തത്. ഇത് 2022 ശേഷം ഏറ്റവും കുറഞ്ഞ വർധനവായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് ചാർജർ ഇൻസ്റ്റലേഷനിലെ വാർഷിക വളർച്ച 20% താഴെയാക്കുമെന്നും കഴിഞ്ഞ വർഷത്തെ 37% വളർച്ചയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വൻ ഇടിവാണിതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പന വളർച്ച തുടരുകയാണ്. 2025 ആദ്യ 11 മാസങ്ങളിൽ ബ്രിട്ടനിലെ കാർ വിൽപ്പനയുടെ 23% ഇലക്ട്രിക് വാഹനങ്ങളാണ്. കഴിഞ്ഞ വർഷത്തെ 19% നിന്നും ഇത് വളരെ കൂടുതലാണ്. എന്നാൽ ചില വാഹന നിർമ്മാതാക്കൾ പെട്രോളിൽ നിന്നും ഇലക്ട്രിക്കിലേക്കുള്ള മാറ്റം മന്ദഗതിയിലാക്കിയതും സർക്കാർ EV വിൽപ്പന ലക്ഷ്യമാക്കി ദുർബലപ്പെടുത്തിയതും ഈ രംഗത്തെ വളർച്ചയെ ബാധിച്ചതായും വിദഗ്ധർ വിലയിരുത്തുന്നു. സർക്കാരിന്റെ ചില നയങ്ങൾ ചാർജർ ഇൻസ്റ്റലേഷന്റെ ഇടിവിന് കാരണമായതെന്നും എനർജി ആൻഡ് ക്ലൈമറ്റ് ഇന്റലിജൻസ് യൂണിറ്റ് വ്യക്തമാക്കി. 2028 മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മൈലിന് 3 പെൻസ് നികുതി ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനവും ഉപഭോക്തൃ വിശ്വാസത്തെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ചാർജിംഗ് മേഖലയിലെ ചെലവ് വർധനയും ഗ്രിഡ് കണക്ഷനിലെ വൈകലും ഇൻസ്റ്റലേഷൻ മന്ദഗതിയിലാക്കിയതായും ചാർജ് UK വ്യക്തമാക്കി. അതേസമയം മോട്ടോർവേകളിലെ അൾട്രാ റാപ്പിഡ് ചാർജറുകളുടെ എണ്ണം 39% ഉയർന്നതായും ലണ്ടൻ ഉൾപ്പെടെയുള്ള മേഖലകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നോർത്ത് അയർലൻഡ് പോലുള്ള പ്രദേശങ്ങൾ പലപ്പോഴും പിന്നിലാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. നികുതിദായകരുടെ ചെലവിൽ 23 ദശലക്ഷം പൗണ്ട് ചെലവഴിച്ച് സൗജന്യമായി പാരസെറ്റമോൾ നൽകുന്ന പ്രിസ്ക്രിപ്ഷൻ സിസ്റ്റം കൊണ്ടു നടക്കുന്ന SNPക്കെതിരെ കടുത്ത വിമർശനം. ഇതുവഴി പാരസെറ്റമോളിന് 9 പൗണ്ടിലധികമാണ് ചെലവ് വരുന്നത്. ഔദ്യോഗിക വിവരങ്ങളുടെ സുതാര്യത വിശകലനം ചെയ്യുന്നതിനിടെ ഞെട്ടിക്കുന്ന ഈ ക്രമക്കേട് പുറത്തുവന്നത്. 2011 സ്കോട്ട്ലൻഡിൽ പ്രിസ്ക്രിപ്ഷൻ സൗജന്യമാക്കിയത്. SNP ഏറെ അഭിമാനത്തോടെയാണ് ഈ നേട്ടത്തെക്കുറിച്ച് പറയാനുള്ളത്. പ്രതിവർഷം 1.5 ബില്യൺ പൗണ്ടിന്റെ പദ്ധതിയാണ് ഇത്. കഴിഞ്ഞ വർഷം സ്കോട്ട്ലൻഡിൽ 25 ലക്ഷം പാരസെറ്റമോൾ പ്രിസ്ക്രിപ്ഷനുകളാണ് നൽകിയതെന്നും പബ്ലിക് ഹെൽത്ത് സ്കോട്ട്ലൻഡിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിനായി ചിലവാക്കിയത് 15.5 മില്യൺ പൗണ്ടിലധികം. അതായത് ഈ കണക്കനുസരിച്ച് പാരസെറ്റമോളിന്റെ ഒരു പാക്കറ്റിന് 6.13 പൗണ്ട് വരും എന്നാണ് ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നത്. ശരാശരി ഡിസ്പെൻസിംഗ് ചാർജ് 2.97 പൗണ്ടും കൂട്ടുമ്പോൾ
പാരസെറ്റമോളിന് വരുന്ന വില 9.10 പൗണ്ട് ആകും. അതേസമയം 15 ഗുളികകൾ അടങ്ങിയ പാരസെറ്റമോളിന്റെ ഒരു പാക്കറ്റിന് സൂപ്പർ മാർക്കറ്റുകളിൽ വില 35 പെൻസ് ആണ്. ഇറ്റലിയുടെ കോമ്പറ്റീഷൻ അതോറിറ്റി റെയിൻ എയറിന് 256 മില്യൺ യൂറോ പിഴ ചുമത്തി. വിപണിയിലെ ആവശ്യം മുതലെടുത്ത് ഓൺലൈൻ ട്രാവൽ ഏജന്റുമാർ വഴിയുള്ള ടിക്കറ്റ് വിൽപ്പന പരിമിതപ്പെടുത്തിയതിനാണ് കേസ്. തങ്ങളുടെ സ്വന്തം വെബ്സൈറ്റിൽ നിന്നും കൂടുതൽ ടിക്കറ്റ് വിറ്റുപോകുന്നതിനായി യൂറോപ്പിലെ ഏറ്റവും വലിയ വിമാന കമ്പനി വിപുലമായ തന്ത്രങ്ങളായിരുന്നു ആവിഷ്കരിച്ചത്. സാങ്കേതിക തകരാറുകളിലൂടെയും മറ്റ് ഓൺലൈൻ വഴിയും ടിക്കറ്റ് വിൽക്കുന്നതിന് ഏജന്റ്മാർക്ക് തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. 2023 ഏപ്രിൽ മുതൽ 2025 ഏപ്രിൽ വരെയുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ പിഴ വിധിച്ചിരിക്കുന്നത്. വിപണിയിലെ മത്സരം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു നീതിക്ക് നിരക്കാത്ത ഈ പ്രവർത്തനമെന്നും അതോറിറ്റി വിലയിരുത്തി. ഇതിനെതിരെ ഉടൻ തന്നെ അപ്പീലിന് പോകുമെന്നും റെയിൻ എയർ വ്യക്തമാക്കി. യുകെയിൽ തടവുകാർക്ക് ലഹരി മരുന്നുകൾ വിൽപ്പന നടത്തിയ കുറ്റത്തിന് ഒരു ജയിൽ ഓഫീസർ അറസ്റ്റിലായി. ഗൺസി ജയിലിലെ ഉദ്യോഗസ്ഥനാണ് അറസ്റ്റിലായത്. ഇയാളെ അറസ്റ്റ് ചെയ്ത വിവരം ഗൺസി പോലീസ് തന്നെയാണ് സ്ഥിരീകരിച്ചത്. 34-കാരനായ ഉദ്യോഗസ്ഥനെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ഇയാളുടെ പേര് പുറത്തുവിട്ടിട്ടില്ല. സെന്റ് സാപ്സൺ ദ്വീപിലെ ഒരേ ഒരു ജയിലിലാണ് ഇവിടെ കേവലം 134 തടവുകാർ മാത്രമാണുള്ളത്. ഇയാളെ സസ്പെൻഡ് ചെയ്തതായും ജയിൽ ഗവർണറും അറിയിച്ചു. NHSലെ കാര്യക്ഷമത കുറഞ്ഞ ജീവനക്കാരെ പിരിച്ചുവിടുന്ന നടപടികൾ റെക്കോർഡ് വേഗത്തിൽ മുന്നോട്ട്. ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് റീഡിംഗ് പ്രഖ്യാപിച്ച സീറോ ടോളറൻസ് നയത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ പിരിച്ചുവിടൽ നടപടിയാണ് ഇത്. 2024-25 കാലയളവിൽ മാത്രം 7000-ഓളം ജീവനക്കാരെയാണ് NHSൽ നിന്നും പിരിച്ചുവിട്ടത്. 2 വർഷം മുമ്പ് ഇത് 4000 ആയിരുന്നു. 2011 ശേഷം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പിരിച്ചുവിടലിൽ പകുതിയിലധികം പേരും ജോലി ചെയ്യാനുള്ള പ്രാപ്തിയില്ലായ്മ മൂലമാണ് പുറത്തായത്. നിശ്ചിത നിലവാരം പുലർത്താത്തവർക്കും ജോലി കൃത്യമായി പൂർത്തിയാക്കാത്തവർക്കുമെതിരെയാണ് കർശന നടപടി. മോശം പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ഇനി സ്ഥാനക്കയറ്റമോ പാരിതോഷികങ്ങളോ നൽകില്ല. പരാജയങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്നും ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് റീഡിംഗ് വ്യക്തമാക്കി. മാനേജർമാരുടെ പ്രവർത്തനം വിലയിരുത്താൻ ലീഗ് ടേബിൾ തയ്യാറാക്കുമെന്നും വീഴ്ച വരുത്തുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും പിരിച്ചുവിടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പുറത്താക്കപ്പെടുന്ന ഒരു ജീവനക്കാരന് പകരം മറ്റൊരാളെ നിയമിക്കാൻ NHSന് ശരാശരി 6500 പൗണ്ട് ചെലവ് വരുന്നുണ്ട്. എങ്കിലും ആരോഗ്യ മേഖലയുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നടപടി അനിവാര്യമാണെന്ന സർക്കാരിന്റെ നിലപാട്. ജൂനിയർ ഡോക്ടർമാരുടെ പണിമുടക്കും ഇൻഫ്ലുവൻസ വ്യാപനവും കാരണം NHS കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. കാര്യക്ഷമതയുള്ള ജീവനക്കാരെ മാത്രം നിലനിർത്തി 10 വർഷത്തെ ആരോഗ്യ പദ്ധതി വിജയിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നേരത്തെ NHS മാനേജർമാർക്കെതിരെ നടപടിയെടുക്കാൻ മടിച്ചിരുന്നുവെന്നും ഇവിടുന്ന് പിരിച്ചുവിടാൻ മറ്റൊരിടത്തേക്ക് നിയമനം നേടുന്ന രീതി ഇനി അനുവദിക്കില്ലെന്നും മുൻ ഹെൽത്ത് സെക്രട്ടറി സ്റ്റീവ് ബാർക്ലൈഫ് പറഞ്ഞു. അതേസമയം വീഴ്ച വരുത്തുന്നവർക്ക് ശിക്ഷയ്ക്കൊപ്പം തന്നെ ആവശ്യമായ പരിശീലനം നൽകി കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളും മന്ത്രാലയം സ്വീകരിക്കുന്നുണ്ട്. പ്രതിഷേധങ്ങൾ ഫലം കണ്ടതിന്റെ ഭാഗമായി കർഷകർ ഇൻഹെറിറ്റൻസ് ടാക്സ് നൽകി തുടങ്ങുന്ന പരിധി 1 മില്യൺ പൗണ്ടിൽ നിന്നും 2.5 മില്യണിലേക്ക് ഉയർത്തി. ഫാമിലി ഫാം ടാക്സിൽ പ്രധാനമന്ത്രി ഇളവ് പ്രഖ്യാപിക്കാൻ നിർബന്ധിതമാവുകയായിരുന്നു. ഫാമിലി ഫാം ടാക്സിൽ ബാക്ക് ബെഞ്ചേഴ്സ് സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പ്രധാനമന്ത്രിയും ചാൻസലറും തിരുത്തൽ വരുത്തിയത്. കർഷകർ ഇൻഹെറിറ്റൻസ് ടാക്സ് നൽകി തുടങ്ങുന്ന പരിധി 2.5 മില്യൺ പൗണ്ടിലേക്കാണ് വർദ്ധിപ്പിച്ചതോടെ പദ്ധതി ബാധിക്കുന്ന എസ്റ്റേറ്റുകളുടെ എണ്ണം പകുതിയായി താഴ്ന്നു. ഇക്കഴിഞ്ഞ മാസങ്ങളിൽ വിന്റർ ഫ്യൂവൽ അലവൻസ്, വെൽഫെയർ പരിഷ്കാരങ്ങൾ, 2 ചൈൽഡ് ബെനിഫിറ്റ് ക്യാപ് എന്നിങ്ങനെ പല പ്രഖ്യാപനങ്ങളിലും സർക്കാർ പിന്നോക്കം പോയിരുന്നു. ഫാം ടാക്സ് സംബന്ധിച്ച നയം വോട്ടിങ്ങിനിട്ടപ്പോൾ 30 ലേബർ MPമാർ വിട്ടുനിൽക്കുകയും ഒരാൾ എതിർക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് നയത്തിൽ ഇളവ് പ്രഖ്യാപിക്കുന്നത്. ഈ പിന്മാറ്റം സ്വാഗതം ചെയ്യുന്നതായും നാഷണൽ ഫാർമേഴ്സ് യൂണിയൻ വ്യക്തമാക്കി. കാലിഫോർണിയയിലെ കമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ കൂട്ടത്തോടെ റദ്ദാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ശക്തമായ നിയമ പോരാട്ടം ആരംഭിച്ചു. ആയിരക്കണക്കിന് ഇന്ത്യൻ വംശജരായ ട്രക്ക് ഡ്രൈവർമാരുടെ ജീവിതവും ഉപജീവനവും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ലൈസൻസ് റദ്ദാക്കൽ നോട്ടീസുകൾ തങ്ങളെ കുറ്റവാളികളായി ചിത്രീകരിക്കുന്നതാണെന്നും യാതൊരു നിയമലംഘനവും ചെയ്യാത്ത തങ്ങൾക്ക് സംസ്ഥാന അധികാരികളുടെ പിഴവിന് വില കൊടുക്കേണ്ടി വരികയാണെന്നും ഡ്രൈവർമാർ ആരോപിക്കുന്നു. കാലിഫോർണിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മോട്ടോർ വാഹനങ്ങൾ പുറത്തിറക്കിയ 60 ദിവസത്തെ റദ്ദാക്കൽ നോട്ടീസ് ഇതിനകം ഏകദേശം 17,000 ട്രക്ക് ഡ്രൈവർമാർക്ക് ലഭിച്ചിട്ടുണ്ട്. പരിശോധനകൾ തുടരുന്നതിനാൽ ഈ എണ്ണം 20,000 വരെ ഉയരാനിടയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഡ്രൈവർമാർക്ക് US-ൽ നിയമപരമായി താമസിക്കുവാനും ജോലി ചെയ്യുവാനും അനുവദിച്ച കാലയളവിനേക്കാൾ കൂടുതലായി ലൈസൻസ് കാലാവധി നൽകിയതായാണ് ഫെഡറൽ ഓഡിറ്റർ കണ്ടെത്തിയത്. എന്നാൽ ഇത് ഡ്രൈവർമാരുടെ തെറ്റല്ലെന്നും DMVയുടെയും ക്ലറിക്കൽ പിഴവുകളാണ് പ്രശ്നത്തിന്റെ അടിസ്ഥാനമെന്നും സിവിൽ റൈറ്റ്സ് സംഘടനകൾ വ്യക്തമാക്കുന്നു. ബാധിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും പഞ്ചാബി സിഖ് സമൂഹത്തിൽ നിന്നുള്ളവരാണ്.
ലൈസൻസ് റദ്ദാക്കുന്നതിനോട് ട്രക്ക് ഓടിക്കാൻ നിയമപരമായ അവകാശം നഷ്ടപ്പെടുക മാത്രമല്ല, കുടുംബാംഗങ്ങളുടെ ഏക വരുമാന മാർഗം തന്നെയാണ് അടച്ചുപൂട്ടുന്നത് എന്നാണ് ഡ്രൈവർമാരെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. സാധാരണ ഡ്രൈവിംഗ് ലൈസൻസുകൾ റദ്ദാക്കിയാൽ ദൈനംദിന ജീവിതം പോലും തകരാറിലാകും. ട്രക്കുകൾ വാങ്ങുവാനും വീടുകൾ, ചെറു ഗതാഗത സ്ഥാപനങ്ങൾ തുടങ്ങാനുമാണ് വലിയ നിക്ഷേപങ്ങൾ നടത്തിയ ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. ഡ്രൈവർമാരുടെ ഉപജീവനം തകർക്കുന്ന ഈ പിഴവുകൾ സംസ്ഥാനത്തിന്റേതാണ്. അതിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണം. കോടതി ഇടപെട്ടില്ലെങ്കിൽ വൻതോതിൽ തൊഴിലില്ലായ്മയും വിതരണ ശൃംഖലയുടെ അസ്ഥിരതയും ഉണ്ടാകും. അമേരിക്കൻ സംസ്ഥാനമായ ഇല്ലിനോയ്സിയിൽ 1994 ശേഷം ആദ്യമായി ഒരു വളർത്തുനായ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു. ചിക്കാഗോയിലെ ഒരു കുടുംബം ദത്തെടുത്ത നായ്ക്കുട്ടിക്കാണ് രോഗം ബാധിച്ചത്. ജൂലൈയിലെ ഒരു സന്നദ്ധ സംഘടനയിൽ നിന്നും ദത്തെടുത്ത നായ്ക്കുട്ടി അക്രമാസക്തനാവുകയും വീട്ടുകാരെ കടിക്കുകയും ചെയ്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പേ വിഷബാധ സ്ഥിരീകരിച്ചത്. ഡിസംബർ 17 നായയെ ദയാവധത്തിന് വിധേയമാക്കി. നായ്ക്ക് നേരത്തെ പേ വിഷബാധയ്ക്കുള്ള വാക്സിൻ നൽകിയിരുന്നതായാണ് വിവരം. എങ്കിലും എങ്ങനെയാണ് രോഗബാധ ഉണ്ടായതെന്ന് അധികൃതർ അന്വേഷിച്ചു വരികയാണ്. നായയുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയ 13 പേർക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകി തുടങ്ങി. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ഇല്ലിനോയിൽ സാധാരണയായി വവ്വാലുകളിലാണ് പേവിഷബാധ കാണാറുള്ളത്. കുക്ക് കൗണ്ടിയിൽ 1964 ശേഷം ആദ്യമായാണ് ഒരു നായിൽ നിന്നും ഈ വൈറസ് കണ്ടെത്തുന്നത്. നൈജീരിയയിലെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലുള്ള ICS കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് US വ്യോമാക്രമണം നടത്തിയത്. ആക്രമണം നടത്തിയ വിവരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ടു. മേഖലയിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് ഭീകരർ നടത്തുന്ന ക്രൂരമായ കൊലപാതകങ്ങൾക്ക് മറുപടിയായാണ് ഈ നടപടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ നിർദ്ദേശപ്രകാരം US സൈന്യം നിരവധി ആക്രമണങ്ങൾ നടത്തിയതായും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. ഈ ഓപ്പറേഷനെ പെർഫെക്റ്റ് സ്ട്രൈക്ക് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. നൈജീരിയയിലെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണം വർഷങ്ങളായി വർദ്ധിച്ചു വരികയാണെന്നും ട്രംപ് ആരോപിച്ചു. ക്രിസ്ത്യാനികളെ കശാപ്പ് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് താൻ നേരത്തെ ഭീകരർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ നേതൃത്വത്തിൽ രാജ്യം തീവ്രവാദത്തെ വളരാൻ അനുവദിക്കില്ലെന്നും അമേരിക്കൻ സേനയുടെ കരുത്ത് തെളിയിക്കുന്നതാണ് ഈ നീക്കമെന്നും ട്രംപ് പറഞ്ഞു. US സൈന്യത്തിന് മാത്രം സാധിക്കുന്ന കാര്യമാണ് നൈജീരിയയിലെ ആക്രമണമെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 121.16 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.14 യൂറോ, ഒരു US ഡോളർ 89.86 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 105.78 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 65.74 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. അസമിലെ നൽബാരി ജില്ലയിൽ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷത്തിന് നേരെ ആക്രമണം നടത്തിയ സംഭവത്തിൽ 4 ബജ്റംഗ് ദൾ VHP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബെൽസോറയിലെ പനിഗാവ് സെന്റ് മേരീസ് സ്കൂളിലെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായുള്ള അലങ്കാരങ്ങളും തയ്യാറെടുപ്പുകളും ഹിന്ദുത്വ പ്രവർത്തകർ തീവച്ച് നശിപ്പിച്ചിരുന്നു. ബുധനാഴ്ചയായിരുന്നു സംഭവം. സ്കൂളിലെ മറ്റ് നിരവധി വസ്തുക്കളും അക്രമികൾ നശിപ്പിച്ചതായും പോലീസ് പറഞ്ഞു. VHP ജില്ലാ സെക്രട്ടറി ഭാസ്കർ ദേഖ, വൈസ് പ്രസിഡന്റ് മാനസ് ജ്യോതി, ബജ്റംഗ് ദൾ ജില്ലാ കൺവീനർ നയൻ താലൂക്ദാർ എന്നിവർ അറസ്റ്റിലായവരിൽ ഉൾപ്പെടും. പ്രതികൾ ജയ് ശ്രീറാം വിളികളോടെ എത്തിയാണ് ആക്രമണം നടത്തിയത്. ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കരുതെന്നും സ്കൂൾ അധികൃതരെ ഭീഷണിപ്പെടുത്തി. ക്രിസ്മസുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ വിൽക്കുന്ന കടകളിലെത്തി സംഘം ഭീഷണിപ്പെടുത്തുകയും വസ്തുക്കൾ കത്തിക്കുകയും ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയ നയത്തിൽ സുപ്രധാന ഭേദഗതികൾ വരുത്തി ഇന്ത്യൻ സൈന്യം. പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം സൈനികർക്ക് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് എങ്കിലും കാണാനും നിരീക്ഷിക്കാനുമുള്ള ആവശ്യങ്ങൾക്കായി മാത്രം പരിമിതപ്പെടുത്തി. ഈ പുതിയ നീക്കത്തെ പാസീവ് പാർട്ടിസിപ്പേഷൻ എന്നാണ് സേന വിശേഷിപ്പിക്കുന്നത്. സൈനികർക്ക് ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റുകൾ കാണാമെന്നല്ലാതെ ലൈക്ക് ചെയ്യാനോ കമന്റ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സന്ദേശങ്ങൾ അയക്കാനോ അനുമതിയില്ല. സൈനികർക്കിടയിലെ വിവര സാങ്കേതിക അവബോധം വളർത്തുന്നതിനാണ് ഈ ഇളവ് നൽകിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വ്യാജമോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവ മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിക്കാൻ സൈനികർക്ക് കഴിയും. ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഇന്റലിജൻസ് വഴി പുറപ്പെടുവിച്ച ഈ ഉത്തരവ് ഉടനടി പ്രാബല്യത്തിൽ വന്നു. ഈ മാർഗനിർദ്ദേശങ്ങൾ എല്ലാ സൈനിക യൂണിറ്റുകൾക്കും വകുപ്പുകൾക്കും അറിയിച്ചിട്ടുണ്ട്. വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കായി വ്യത്യസ്ത മാർഗനിർദ്ദേശങ്ങളാണ് സേന പുറപ്പെടുവിച്ചിരിക്കുന്നത്. വാട്സാപ്പിലും സ്കൈപ്പിലും പൊതുവായ വിവരങ്ങൾ കൈമാറാൻ അനുമതിയുണ്ട്. ടെലഗ്രാം, സിഗ്നൽ മാധ്യമങ്ങളിൽ പരിചിതരായ ആളുകളുമായി മാത്രം ആശയവിനിമയം നടത്താം. സന്ദേശം സ്വീകരിക്കുന്ന ആളെ കൃത്യമായി തിരിച്ചറിയേണ്ട ഉത്തരവാദിത്തം സൈനികനാണ്. യൂട്യൂബ്, എക്സ്, കോറോ എന്നിവയുടെ വിവരങ്ങൾ ശേഖരിക്കാൻ അനുമതിയുണ്ട്. എന്നാൽ സ്വന്തം നിലയിൽ ഉള്ളടക്കങ്ങളോ സന്ദേശങ്ങളോ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. ലിങ്ക്ഡിനിൽ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി ബയോഡേറ്റ അപ്ലോഡ് ചെയ്യാൻ മാത്രമേ അനുവാദമുള്ളൂ. സ്ത്രീകൾക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗം വിലക്കിയ തീരുമാനം പിൻവലിച്ച് രാജസ്ഥാനിലെ ജലോർ ജില്ലയിലെ ഗ്രാമങ്ങൾ. തീരുമാനത്തിനെതിരെ വ്യാപക വിമർശനം വന്ന സാഹചര്യത്തിലാണ് തീരുമാനം പിൻവലിച്ചത്.
ജലോർ ജില്ലയിലെ 15 ഗ്രാമങ്ങളാണ് സ്ത്രീകളോട് സ്മാർട്ട് ഫോണിന് പകരം കീപാഡ് ഫോണുകൾ ഉപയോഗിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. ഇന്ന് ഗ്രാമമുഖ്യന്മാരുടെ യോഗം ഗാസിപൂർ ഗ്രാമത്തിൽ വിളിച്ചു ചേർക്കുകയായിരുന്നു. തുടർന്നാണ് തീരുമാനം പിൻവലിച്ചത്. കുട്ടികളെ മനസ്സിൽ കണ്ടുള്ള തീരുമാനമായിരുന്നു അതെന്നും തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നുവെന്നും ഗ്രാമമുഖ്യന്മാർ പറഞ്ഞു. ജനുവരി 26 മുതൽ നിരോധനം നടപ്പാക്കാനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. സ്ത്രീകൾക്ക് കീപാഡ് ഫോണുകൾ മാത്രം ഉപയോഗിക്കാനാകും അനുവാദമുണ്ടാകുക. വിവാഹ ആഘോഷങ്ങൾ പോലെ ആളുകൾ ഒത്തുചേരുന്ന സ്ഥലങ്ങളിൽ ഫോൺ കൊണ്ടുപോകരുതെന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു. പഠനത്തിനായി പെൺകുട്ടികൾ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് വീടിന് പുറത്ത് ഉപയോഗിക്കരുത്. സ്ത്രീകൾക്ക് സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അത് വീട്ടിലെ കുട്ടികൾ കൂടുതലായി ഉപയോഗിക്കുന്നു എന്നായിരുന്നു വിലക്കിന് കാരണമായി പറഞ്ഞിരുന്നത്. കുട്ടികളുടെ പഠനത്തെയും കാഴ്ചശക്തിയെയും വരെ ബാധിക്കുന്നുവെന്നും തീരുമാനത്തെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി വി രാജേഷിനെ തിരഞ്ഞെടുത്തു. സ്വതന്ത്രനായി ജയിച്ച പാറ്റൂർ രാധാകൃഷ്ണൻ BJPക്ക് വോട്ട് ചെയ്തു. രാജേഷിന് 51 വോട്ടാണ് ലഭിച്ചത്. വോട്ടെടുപ്പിന് തൊട്ടു മുമ്പായി BJP കൗൺസിലർമാർ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തതിലെ ചട്ടലംഘനം CPM കൗൺസിലർമാർ SP ദീപക് ചൂണ്ടിക്കാട്ടിയെങ്കിലും കളക്ടർ നിരസിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ഇക്കാര്യം ഉന്നയിക്കണമെന്ന് കളക്ടർ അനുകുമാരി വ്യക്തമാക്കി. കയ്യൊടിയോടെയാണ് BJP അംഗങ്ങൾ കളക്ടറുടെ വാക്കുകൾ സ്വീകരിച്ചത്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഫോമുകളിൽ ഒപ്പിടുകയും യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തതോടെ അംഗങ്ങളായി മാറിയെന്നും ഇനി പരാതിയുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നും കളക്ടർ പറഞ്ഞു. തുടർന്ന് വോട്ടെണ്ണലിലേക്ക് കടന്നു. ഇലവീഴ പൂഞ്ചിറ മലനിരയിൽ വൻ തീപിടുത്തം. നിയന്ത്രണ വിധേയമാക്കിയ തീ രാത്രിയോടെ വീണ്ടും പടർന്നു. നിലവിൽ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിനും കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുമായി അഗ്നിരക്ഷാസേനയുടെ ഒരു യൂണിറ്റ് സ്ഥലത്ത് തുടരുകയാണ്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് മലനിരകളിൽ തീ പടർന്നു പിടിച്ചത്. തീപിടുത്തത്തെക്കുറിച്ച് വിവരം ലഭിച്ച ഉടൻ തന്നെ ഈരാറ്റുപേട്ടയിൽ നിന്നും അഗ്നിരക്ഷാസേനയുടെ 2 വാഹനങ്ങൾ സ്ഥലത്തെത്തി. ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ വൈകിട്ടോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കി. എന്നാൽ രാത്രിയോടെ തീ വീണ്ടും പടർന്നു. ക്രിസ്മസ് ദിനമായതിനാൽ ഇലവീഴ പൂഞ്ചിറയിൽ വിനോദസഞ്ചാരികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. സഞ്ചാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ അശ്രദ്ധയാണ് ഈ ദുരന്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം. ഇനി സ്പോർട്സ്. വിജയ് ഹസാര ട്രോഫി 2ാം ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ഗുജറാത്തിനെതിരെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി വിരാട് കോഹ്ലി. 29 പന്തിൽ നിന്നാണ് കോഹ്ലി 50 പൂർത്തിയാക്കിയത്. പ്രിയാൻഷ് ആര്യയുടെ ആദ്യ വിക്കറ്റ് വീണതിന് പിന്നാലെ 2-1 എന്ന നിലയിൽ ബാറ്റിംഗിനിറങ്ങിയ കോഹ്ലി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 11 ഓവർ പിന്നിടുമ്പോൾ ഡൽഹി 1 വിക്കറ്റ് നഷ്ടത്തിൽ 68 എന്ന റൺസ് നിലയിലാണ്. ടോസ് നേടിയ ഗുജറാത്ത് ഡൽഹിയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. അർപ്പിത് റാണയാണ് കോഹ്ലിക്കൊപ്പം ക്രീസിലുള്ളത്. അതേസമയം മുംബൈയും ഉത്തരാഖണ്ഡും തമ്മിലുള്ള മത്സരത്തിൽ സ്റ്റാർ ഇന്ത്യ ബാറ്റർ രോഹിത് ശർമ്മ ഗോൾഡൻ ഡെക്കിൽ പുറത്താക്കി. 13.3 ഓവർ പിന്നിടുമ്പോൾ മുംബൈ 2 വിക്കറ്റ് നഷ്ടത്തിൽ 72 റൺസ് എടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ NHS-ൽ കാര്യക്ഷമത കുറഞ്ഞ ജീവനക്കാരെ പിരിച്ചുവിടുന്ന നടപടികൾ ആരംഭിച്ചു. കർശന നടപടി സ്വീകരിച്ചത് നിലവാരം പുലർത്താത്തവർക്കും ജോലി കൃത്യമായി പൂർത്തിയാക്കാത്തവർക്കും. 2024-25 മാത്രം പിരിച്ചുവിട്ടത് 7000-ഓളം ജീവനക്കാരെ. മോശം പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ഇനി സ്ഥാനക്കയറ്റം നൽകില്ല. സൗജന്യ പാരസെറ്റമോൾ പ്രിസ്ക്രിപ്ഷൻ സിസ്റ്റത്തിലെ ക്രമക്കേട് പുറത്ത്. പദ്ധതിയിൽ SNPക്കെതിരെ കടുത്ത വിമർശനം. പാരസെറ്റമോളിന് അധിക ചിലവ് 9 പൗണ്ട്. സ്കോട്ട്ലാൻഡിലെ പ്രിസ്ക്രിപ്ഷൻ സൗജന്യമാക്കിയത് 2011. പ്രതിവർഷം 1.5 ബില്യൺ പൗണ്ടിന്റെ പദ്ധതി. വിപണിയിൽ ആവശ്യം മുതലെടുത്ത് ഓൺലൈൻ ട്രാവൽ ഏജന്റുമാർ വഴിയുള്ള ടിക്കറ്റ് വിൽപ്പന പരിമിതപ്പെടുത്തി. ഇറ്റലിയുടെ കോമ്പറ്റീഷൻ അതോറിറ്റി റെയിൻ എയറിന് 256 മില്യൺ യൂറോയുടെ പിഴ ചുമത്തി. പിഴ ഈടാക്കിയത് 2023 ഏപ്രിൽ മുതൽ 2025 ഏപ്രിൽ വരെയുള്ള പ്രവർത്തനങ്ങൾക്ക്. കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോകുന്നതിനല്ല തന്ത്രങ്ങൾ ഒരുക്കി വിമാന കമ്പനികൾ. ഇന്ത്യൻ വംശജനായ ട്രക്ക് ഡ്രൈവർമാരുടെ ജീവിതവും ഉപജീവനവും പ്രതിസന്ധിയിൽ. കാലിഫോർണിയയിൽ കമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ കൂട്ടത്തോടെ റദ്ദാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. ചെയ്യാത്ത തെറ്റിന് പിഴ നൽകേണ്ടി വരുന്നു എന്ന് പ്രതിഷേധക്കാർ. കോടതി ഇടപെടുമെന്ന ആവശ്യം ശക്തമാകുന്നു. നൈജീരിയയിലെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ IS കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് US-ന്റെ വ്യോമാക്രമണം. ആക്രമണം സ്ഥിരീകരിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നടപടി മേഖലയിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് ഭീകരർ നടത്തുന്ന ക്രൂരമായ കൊലപാതകങ്ങൾക്കുള്ള മറുപടി. അസമിലെ നൽബാരി ജില്ലയിലെ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷത്തിന് നേരെ ആക്രമണം. സംഭവത്തിൽ 4 ബജ്റംഗ് ദൾ VHP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. ബെൽസോറിലെ പനിഗാവ് സെന്റ് മേരി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായുള്ള അലങ്കാരങ്ങളും തയ്യാറെടുപ്പുകളും ഹിന്ദുത്വ പ്രവർത്തകർ തീവച്ച് നശിപ്പിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി വി രാജേഷിനെ തിരഞ്ഞെടുത്തു. സ്വതന്ത്രനായി ജയിച്ച പാറ്റൂർ രാധാകൃഷ്ണൻ BJPക്ക് വോട്ട് ചെയ്തതോടെ രാജേഷിന് 51 വോട്ട് ലഭിച്ചു. വോട്ടെടുപ്പിന് തൊട്ടുമുമ്പായി BJP കൗൺസിലർമാർ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തതിലെ ചട്ടലംഘനം CPM കൗൺസിലർമാർ SP ദീപക് ചൂണ്ടിക്കാട്ടിയെങ്കിലും കളക്ടർ നിരസിച്ചു. ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.